ശശി തരൂർ ഒരു പ്രാവശ്യം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചതാണ്. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ശശി തരൂർ വീണ്ടും UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് ഈ വിശ്വപൗരൻ എന്ന ഇമേജിൽ നിൽക്കുന്നത്. അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് MP ആവുന്നു, കോൺഗ്രസ് അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു. പക്ഷേ സഹമന്ത്രി സ്ഥാനമായിരുന്നില്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള മന്ത്രി എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പിന്നെ അദ്ദേഹം ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് BJPയെ അനുകൂലിച്ച് സംസാരിക്കുകയും മോദി സ്തുതികളുമായിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് കോൺഗ്രസ് നടപടിയെടുക്കുന്നതാണ്. പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ മുമ്പ് മത്സരിച്ചപ്പോൾ ഉള്ള ഇന്ത്യ അല്ല. ഇദ്ദേഹത്തിൻ്റെ അനുഭവപരിചയമുണ്ട് UN-നകത്ത്. അത്യാവശ്യം വോട്ട് പിടിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ 2026 ഡിസംബർ 31 ഫൈനൽ റൗണ്ട് മത്സരത്തിൽ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ശശി തരൂർ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഞാനിപ്പോൾ മുന്നിൽ കാണുന്നു. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ശശി തരൂർ ഒരു പ്രാവശ്യം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചതാണ്. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് MP ആവുകയും പിന്നീട് കേന്ദ്ര സഹമന്ത്രി ആവുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഈ ശശി തരൂർ വീണ്ടും UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാറുള്ളത്? ഇപ്പോഴത്തെ നിലവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി 2026 ഡിസംബർ 31 അവസാനിക്കുകയാണ്. അപ്പം ശശി തരൂർ മുമ്പ് മത്സരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിലാണ് മത്സരിക്കുന്നത്. അന്ന് മത്സരിക്കുമ്പം ശശി തരൂർ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പിന്നെ വേണ്ടത്ര ഉദ്ദേശിച്ചത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് പോകാതെയാണ് വിഡ്രോ ചെയ്യുന്നത്. പക്ഷേ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച ആദ്യത്തെ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അദ്ദേഹം അങ്ങനെയാണ് ഈ വിശ്വപൗരൻ എന്ന ഇമേജിൽ നിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി അതിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറലായിട്ട്, അത് പ്രത്യേകിച്ചും ഹ്യൂമൻ റിസോഴ്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള വിവിധ രാജ്യത്തിലെ ഭരണാധികാരികളുമായും ഒക്കെ പിന്നെ ഒരു ഡിപ്ലോമാറ്റിൻ്റെ എല്ലാ സ്കില്ലും ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം എന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് MP ആവുന്നു, കോൺഗ്രസ് അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു. പക്ഷേ സഹമന്ത്രി സ്ഥാനമായിരുന്നില്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള മന്ത്രി എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സഹമന്ത്രി സ്ഥാനം പോലും ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, മറ്റേ പ്രത്യേകിച്ച് IPL ആയി ബന്ധപ്പെട്ട് ലളിത് മോദിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയത്തിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു. പിന്നീട് അവരുടെ മരണം, ആത്മഹത്യ ഉണ്ടാവുന്നു. അത് കൊലപാതകമാണെന്ന ആരോപണം ഉണ്ടാവുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിവാദങ്ങളിലൂടെ പോയി പിന്നെ അദ്ദേഹം തിരിച്ചു വീണ്ടും മന്ത്രിസഭയിൽ വരുന്നു. അങ്ങനെയൊക്കെ. പക്ഷേ കുറച്ച് ടൈമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിന് കേരളത്തിൽ വെറുതെ ഒരു MP ആയിട്ടിരിക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ആവാനുള്ള സാധ്യത കോൺഗ്രസിൽ നിന്നുകൊണ്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതാണ്. പിന്നെ അദ്ദേഹം ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അപ്പം UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു, ഇടക്കാലത്ത് വെച്ച് വിഡ്രോ ചെയ്തു. AICC സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അതായത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്കാണ് അദ്ദേഹം ചാടി നോക്കിയിട്ടുള്ളത്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പലവട്ടം ചാടിയിൽ ഒരുപക്ഷെ എത്തിപ്പെടാൻ പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലിലാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ട വീര്യത്തെ അംഗീകരിക്കാൻ, കോൺഫിഡൻസ്, വിശ്വാസവും പോരാട്ട വീര്യവും. പക്ഷെ അതെല്ലാം വ്യക്തിപരമാണ്. എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു വരേണ്യബോധം, അതായത് അത് വരേണ്യബോധം എന്ന് പറയുമ്പോൾ അത് വർണ്ണ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു ധനികൻ്റെ ഒരു ബോധം. അതുകൊണ്ടാണ്, അത് ഉള്ളിലുള്ളതുകൊണ്ടാണ് ഈ കാറ്റൽ ക്ലാസ് പ്രയോഗമൊക്കെ ഉണ്ടായത്. എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യണം, ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യരുതെന്ന് കോൺഗ്രസ് പിന്നെ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി അവരുടെ നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ കാറ്റൽ ക്ലാസ്സിലാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, പ്രവാസികളെല്ലാം യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. ഇവരെ ഒന്നിനും കൊള്ളാത്തവർ ആ രീതിയിൽ ഞാൻ കൂടിയ ഇനമാണ്, നിങ്ങളൊക്കെ വെറും നക്കികളാണ് എന്ന രീതിയിലുള്ള ഒരു ദയാർത്ഥം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആളുകളുടെ ന്യൂ ജൻ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്. 70 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് ന്യൂ ജൻ ആശയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം ഒരു വളരെ സ്വാർത്ഥനായ ഒരു മനുഷ്യനും സെൽഫ് ബൂസ്റ്റിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുകയും ഒരു പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്താതിരിക്കുകയും അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രത്യയശാസ്ത്രത്തോട് ആഭിമുഖ്യമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, എനിക്കെന്ത് ആവാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് BJPയെ അനുകൂലിച്ച് സംസാരിക്കുകയും മോദി സ്തുതികളുമായിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് കോൺഗ്രസ് നടപടിയെടുക്കുന്ന.
പുറത്താക്കുമ്പോൾ രക്തസാക്ഷി പരിവേഷത്തോടു കൂടി പോകാനുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങനെ അങ്ങ് പോകണ്ട എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഉണ്ണിത്താനൊക്കെ കൊച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. വേണേൽ പോയിക്കോ, പിന്നെ അല്ലെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പറയുമ്പോൾ ഇയാൾക്കും മടുക്കുമല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, അത് സൈക്കോളജി. അപ്പോൾ അതാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് കാരണം ആ വിദേശകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനം മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിൽ കിട്ടാത്തതിൻ്റെ കൊതിക്കറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണെങ്കിൽ അദ്ദേഹത്തിന് ഉലകം ചുറ്റാം, പിന്നെ ഉലക നായകനായിട്ട് പിന്നെ കമലഹാസനല്ല, പിന്നെ പുള്ളിയായിരിക്കും ഉലക നായകൻ, ഉലകം ചുറ്റാം. അപ്പോൾ ഇപ്പം പിന്നെ മോദിയുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള അവർ തമ്മിലെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അരിയാഹാരം കഴിക്കാത്തവർക്കും ഷുഗറൊക്കെ കാരണം അരിയാഹാരം കഴിക്കാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വല്ല ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്കും മനസ്സിലാവും, ആർക്കും. ഇനി ഒന്നും കഴിക്കാത്തവർക്കും മനസ്സിലാവും ഇത്. പക്ഷേ ഇപ്പം പുള്ളിക്ക് വിദേശകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനം ചോദിക്കാൻ പറ്റില്ല. കാരണം എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടി ആയിരുന്ന രീതിയിലോ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവിനെ റെയിൽവേ വകുപ്പ് ഏൽപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ ഒരു മികച്ച കണ്ടെത്തലായിരുന്നു എസ് ജയശങ്കർ എന്നുള്ളത് പറയാൻ വയ്യ. വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന രീതിയിൽ വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്, നല്ല സൈലന്റ് അച്ചീവറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സഹമന്ത്രിയായിട്ട് പോയിട്ടിരിക്കാൻ ഇയാൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇയാൾ യു എല്ലിലെ കുണാണ്ടറും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇയാളെക്കാൾ മുമ്പ് കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിരുന്നു. ഇയാൾ ഇവിടെ വെറും ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഡിപ്ലോമാറ്റ് ആയിട്ടിരിക്കുമ്പോൾ മന്ത്രിയായിരുന്ന ആളുമാണ്. അപ്പം അതിൻ്റെ കോംപ്ലക്സ് ഒക്കെ നന്നായിട്ട് സൂചിപ്പിക്കുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ശശി തരൂർ നടത്തിയ വേറെ നീക്കമായിരുന്നു AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം കഴിഞ്ഞിട്ട് പിന്നെ സമുദായ നേതാക്കളുടെ സന്ദർശിക്കൽ. അതിന് പച്ചവളർത്തി പറയേണ്ടത് സമുദായ നേതാക്കളുടെ കാല് പിടിക്കലും തിണ്ണനിരങ്ങലും ആയിട്ടുള്ളൊരു ജാഥ. അങ്ങനെ ഒരു ജാഥ കേരളത്തിൽ ആദ്യമായിട്ട് കാണാം. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഏതൊക്കെ പിന്നെ ജാതിയും മത വിഭാഗങ്ങളുണ്ട് അതിൻ്റെ എല്ലാ നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് പിന്നെ പോരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യാത്ര സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പിന്നെ നടത്തിയിട്ടുള്ള യാത്ര അത് കേരളത്തിൽ വളരെ അപൂർവമായിരുന്നു. പിണറായി വിജയൻ പൗരപ്രമുഖരുമായിട്ട് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് യാത്ര നടത്തിയിട്ടുണ്ട്. പൗരപ്രമുഖരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരനും കരിങ്കൽ കോറിക്കാരനും അവിടുത്തെ തട്ടിപ്പുകാരനും പിന്നെ മണലൂറ്റുകാരനും അവിടുത്തെ അബ്കാരി ബിസിനസ്സുകാരനും ഇവരെ പൗരപ്രമുഖർ, അല്ലാതെ സാധാരണക്കാരനായ മനുഷ്യന് അങ്ങോട്ട് ആക്സസ് ഇല്ല. ആ രീതിയിലാണ് ഈ പൗരപ്രമുഖർ എന്ന് പറയുമ്പം പിന്നെ പൗരപ്രമുഖരെന്ന് പറഞ്ഞാൽ KSEBയുടെ ലൈൻ ക്ലിയർ ആക്കുന്ന ലൈൻമാനും ഇവിടെ പാടത്ത് പണിയെടുക്കുന്ന കർഷകനും റോഡിൽ ആക്രി പറക്കുന്നവനുമാണ് ഏറ്റവും വലിയ പൗരപ്രമുഖൻ. അല്ലെങ്കിൽ അംഗനവാടി ടീച്ചർമാരും LP സ്കൂൾ അധ്യാപകരും പിന്നെ ഒക്കെയാണ് പൗരപ്രമുഖരെന്ന് വിശ്വസിക്കുന്ന പാലിയേറ്റീവിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പിണറായി വിജയൻ നടത്തിയ ആ യാത്രയ്ക്ക് തത്തുല്യമായ രീതിയിലാണ് ഇദ്ദേഹവും യാത്ര നടത്തിയത്. സമുദായ നേതാക്കളെ തിണ്ണതിരങ്ങി അത് മുഖ്യമന്ത്രി ആവാനുള്ള ശ്രമമായിരുന്നു. പിന്നെ അപ്പുറത്ത് BJPയുടെ പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്. രാഷ്ട്രപതി എന്തായാലും കൊടുക്കത്തില്ല. അപ്പം ഇദ്ദേഹത്തിന് അതിനും താഴെയുള്ള സ്ഥാനത്തേക്ക് ഗവർണറായിട്ടൊന്നും പോയിട്ട് MP ആണ്, ഗവർണറായിട്ടൊന്നും പോകാൻ താല്പര്യമില്ല, സഹമന്ത്രി ആവാൻ താല്പര്യമില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി ആവാനുള്ള ആഗ്രഹം നടക്കത്തില്ല എന്ന് മനസ്സിലായി. കാരണം പുള്ളിയുടെ കൂടെ നിന്ന് MK രാഘവൻ പോലും ഇപ്പോൾ കൂടെ ഇല്ലാത്ത അവസ്ഥയിലാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല പുള്ളി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ UN എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ UN ഇപ്പോൾ ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ട്. അന്നത്തെ UN ഉള്ള ഇന്ത്യ അല്ല, മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 വർഷത്തിലേറെയുണ്ട് സമയം, 1 വർഷമുണ്ട്. ഇപ്പോഴതിൻ്റെ നോമിനേഷൻ പിന്നെ കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. അതിനകത്ത് ഇപ്പം നോമിനേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് പറയുന്നത് 3 അത് പിന്നെ ഈ മേഖലകളിൽ നിന്നാണ്. ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ ഗ്രൂപ്പിൽ നിന്നാണ്, ആ മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതൊന്ന് പിന്നെ ഡേവിഡ് ബൊളീവിയെന്ന്, 2 ചിലിന്ന് മിഷേൽ, 3 റെബേക്ക കോസ്റ്ററിക്കയെന്ന്. ഇവരെ 3 പേരുമാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്ഷിപ്പ്. അത് പിന്നെ എല്ലാം ഈ വർഷമാണ് നടന്നിട്ടുള്ളത്. സെപ്റ്റംബറിലും ഒക്ടോബറിൽ നടന്നുകൊണ്ട് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ ആയിട്ടാണ്, ഏപ്രിലും തൊട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അത് ഇനിയും സമയമുണ്ട്. റണ്ണിങ് ആയിട്ട് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഡിക്ലെയർ ചെയ്യാതെ ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർ. അതൊന്ന് ബ്രൂണോ ഡൊണാറ്റ് മൗറീഷ്യസ് എന്നുണ്ട്, റഫേൽ ഗ്രോസി അർജൻറ്റീനയും ഇറ്റലിയും കൂടെ സംയുക്തമായിട്ടുള്ള കാൻഡിഡേറ്റാണ്. അതും സെപ്റ്റംബർ മാസങ്ങളിലാണ് വന്നത്. അതിൽ പിന്നെ ബ്രൂണോ ഡൊണാൾട്ട് ആഫ്രിക്കൻ ഗ്രൂപ്പിൻ്റെയാണ്, മറ്റേ ആളും ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ ഗ്രൂപ്പിൻ്റെ, പിന്നെ അതോടൊപ്പം തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ ആൻഡ് അതേഴ്സ് ഗ്രൂപ്പ്, കാരണം ഇറ്റലിയും കൂടി ചേർന്നപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒത്തിരി പേരുണ്ട്. മെക്സിക്കോയുടെ ഉണ്ട്, ജസീന്ത, പഴയ ന്യൂസിലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജസീന്ത, ഒരു പ്രാവശ്യം അവർ കരഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ മെക്സിക്കോയുടെ അലീസിയ, പിന്നെ മരിയ ഫെർണാണ്ട ഇക്വഡോറിൻ്റെ, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അതിനകത്ത് ഏഷ്യൻ കൺട്രീസ് നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നൈജീരിയയിൽ നിന്ന് ആമിന മുഹമ്മദ് ഉണ്ട്. ഏഷ്യൻ കൺട്രീസ് ഇതുവരെ ആരും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തെ പണ്ട് സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് മത്സരിക്കാന്ന് പറഞ്ഞാൽ പ്രാഥമിക ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ പിന്നെ വിഡ്രോ ചെയ്ത ഇദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശ രാജ്യങ്ങളിലെ പിന്നെ ഇന്ത്യയെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്നത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ദൗത്യ സംഘത്തിൻ്റെ തലവനായിരുന്നു മിഷൻ
ഭാഗമായിട്ട് പോയ തലവനായിരുന്നു ശശി തരൂർ. അത് കോൺഗ്രസിനോട് ആലോചിക്കാതെയാണ് ആളെ പ്രഖ്യാപിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്തും നല്ല പെർഫോം ചെയ്തൊരു വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂർ അങ്ങനെ മത്സരിക്കുമ്പോൾ പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ മുമ്പ് മത്സരിച്ചപ്പോൾ ഉള്ള ഇന്ത്യ അല്ല. ഇദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയമുണ്ട് UN-നകത്ത്. അന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്ന് ബന്ധപ്പെട്ട അന്ന് വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകളുമായിട്ട്, കാരണം കമ്മ്യൂണിക്കേഷനും പബ്ലിക് റിലേഷനുമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തത്. അപ്പോൾ അന്ന് ബന്ധപ്പെട്ട പലരും വേണമെങ്കിൽ ഇന്ന് പല രാജ്യത്തിൻ്റെയും നയരൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അവരുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ മറ്റൊന്ന് ഒരു മോദി ഇഫക്റ്റ് അതും കൂടെ വരുമ്പം അത്യാവശ്യം വോട്ട് പിടിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ 2026 ഡിസംബർ 31 ഫൈനൽ റൗണ്ട് മത്സരത്തിൽ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ശശി തരൂർ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഞാനിപ്പോൾ മുന്നിൽ കാണുന്നു.